വളരെ യാദൃശ്ചികമായിട്ട് തന്നെയാണ് ഞാനും ഈ ഫീൽഡിൽ എത്തിപ്പെടുന്നത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പേഷ്യൻ കെയർ ഡിപ്പാർട്ട്മെന്റിൽ. മുമ്പ് പ്രിന്റിംഗ് ടെക്നോളജി കഴിഞ്ഞിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സ്ട്രെസ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു റിലീഫായിട്ട് ഞാൻ മാറിയതാണ് ഫീൽഡ്. അപ്പോൾ വളരെ സന്തോഷമായിട്ട് ആ ഫീൽഡിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് മാറാം, യോഗ തെറാപ്പിസ്റ്റ് ആവാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ കോഴ്സിലേക്ക് എത്തുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. കല്യാണത്തിന് ശേഷം തന്നെയാണ് ഞാൻ പ്രിന്റിംഗ് ടെക്നോളജി പഠിച്ചതും ഇപ്പോൾ യോഗ പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് എത്തിച്ചാൽ എത്രയും പെട്ടെന്ന് എൻ്റെ പോസ്റ്റിലേക്ക് മാറ്റം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത് ഞങ്ങളെ ട്രെയിനേഴ്സ് തന്നെയാണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ശ്രീകുമാർ സാർ വളരെ റിലാക്സ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും. ഹേമ മിസ്സും ഒക്കെ നല്ല ക്ലാസ് ആയിരുന്നു. എക്സാമിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഒരു ട്രെയിനിങ് എന്താ പറയുക, ഒരു കോൺഫിഡൻസ് തന്നത് വിഷ്ണു സാറിൻ്റെ ക്ലാസ്സാണ്. അതിന് വളരെ താങ്ക്സ് ഉണ്ട്. വളരെ ടെൻഷനായിരുന്നു പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യും എന്നുള്ളത്. അതിന് കോൺഫിഡൻസ് കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്തു. താങ്ക്സ് ഉണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു ഒക്കേഷനിൽ വരാൻ പറ്റി. ഇത് വരാൻ പറ്റുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ദൂരമായിരുന്നുകൊണ്ട് മിസ് ചെയ്യുമായിരുന്നു. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. സന്തോഷമുണ്ട്. പിന്നെ ഈ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു ആയുർവേദ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ചെയ്യട്ടെ എന്ന് ചെയ്തോളാൻ പറഞ്ഞു. ഇതിന് ഇഷ്ടംപോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ നല്ല സപ്പോർട്ടാണ്. ഞാൻ ക്ലാസ് ഇടയ്ക്ക് കാണാറുണ്ട്. ഓൺലൈൻ ചെയ്യുമ്പോൾ ഒളിഞ്ഞു നോക്കി ഇവിടെ കാണാറുണ്ട് ക്ലാസ്. നല്ല ചെയ്യുന്നുണ്ട്. പക്ഷെ സമയപരിമിതി മൂലം പലപ്പോഴും നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇനി അത് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നല്ലൊരു ഇതിലേക്ക് കടക്കാൻ വിചാരിക്കും. എന്തായാലും നന്ദി, അഭിനന്ദനം.